ഹലോ ഗായ്സ്, ഈ ഞായറാഴ്ച നല്ല തിരക്കുള്ള ഞായറാഴ്ചയായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ വന്ന് നിൽക്കുന്നത് എന്തെന്ന് വെച്ചാൽ 7ാം മാസം അറിയിപ്പിനാണ്. എൻ്റെ ചേച്ചിയുടെ 7ാം മാസമാണ്. പിന്നെ കുറേ ദിവസമായിട്ട് തൈ സാധനം ഇവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ എനിക്കില്ല കുത്തി നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ചുമ്മാ ഒന്ന് കുത്തി നോക്കി. അപ്പോൾ നമ്മൾ പെണ്ണുവീട്ടുകാരെല്ലാവരും കൂടെ ആ പലഹാരം കൊണ്ട് പയ്യൻ്റെ വീട്ടിലേക്ക് പോകാണ് ഗായ്സ്. പലഹാരം എല്ലാം കൊണ്ട് കൊടുത്തു. പിന്നെ ഈ വളക്കാപ്പിൻ്റെ ചടങ്ങുകളായിരുന്നു കേട്ടോ. അവരെ പിടിച്ചിരുത്തിയിട്ട് അതിൽ നിന്ന് പലഹാരം എടുത്ത് കൊടുക്കുകയും പിന്നെ അവളെ കയ്യിൽ കണ്ട വള നിറച്ചിട്ട് കൊടുത്ത് ചോറ് കഴിക്കുള്ള സമയത്ത് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അവർക്ക് പിന്നെ പലഹാരം ഓരോരുത്തർ കൊടുത്ത് തിന്നുകൊണ്ടിരുന്നുകൊണ്ട് അവർക്ക് വിശപ്പ് എന്തായാലും കാണൂല. അങ്ങനെ ചോറ് കഴിച്ചു. പിന്നെ എനിക്കൊരു പൊതി കിട്ടിയിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവൾ ടാറ്റ പറഞ്ഞിട്ടുണ്ട്. ഇവളെന്തിനാണ് എനിക്ക് ടാറ്റ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കാരണം അവളെ വിളിച്ചുകൊണ്ട് പോകാനാണ് ഞാനും വന്നത്. ബുദ്ധിയില്ലാത്ത കൊച്ചാണേ. അങ്ങനെ നമ്മൾ പോയി. പിന്നെ ഇവളുടെ ഇളയതിൻ്റെ പെണ്ണ് കാണൽ ചടങ്ങായിരുന്നു കേട്ടോ. അവൾ സ്നേഹിച്ച പയ്യനായതുകൊണ്ട് അവൾക്കൊരു നാണം ഇല്ലായിരുന്നു. പക്ഷേ പയ്യന് ചെറിയൊരു നാണമുള്ളതാണ് എനിക്ക് തോന്നി. ചിലപ്പോൾ അത്രയും പേരുടെ ഇടയിൽ ഇരുന്നതുകൊണ്ടായിരിക്കും അവരുടെ നീണ്ട കാലത്തെ പ്രണയം സക്സസ് ആയി ഗൈസ്. പിന്നെ ഇയാളുടെ ബർത്ത്ഡേ എല്ലാം ഒറ്റ ദിവസമായിരുന്നു കേട്ടോ. പിന്നെ ഈ ബർത്ത്ഡേ സർപ്രൈസ് ആയിരുന്നു കേട്ടോ. സർപ്രൈസ് ആയതുകൊണ്ട് തന്നെ വേറെ ആരെയും നമ്മൾ വിളിച്ചില്ലായിരുന്നു കേട്ടോ. പിന്നെ കേക്ക് മുറിച്ചു. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് കഴിച്ചു. ഇന്ന് ഫുള്ള് മധുരമായിരുന്നു ഗൈസ്. ലഡു, ജിലേബി, അലുവ, കേക്ക്. അതിൽ നിന്നൊരു പീസ് ഇപ്പോൾ എനിക്കും കൊണ്ടുവരും. എനിക്കും കൊണ്ടുവന്ന് അതും തിന്ന് മത്ത് പിടിച്ചു. ഇനി ഒന്ന് പോയി ഉറങ്ങിയാൽ മതി. അപ്പോൾ ശരി, ഞായറാഴ്ച തീർന്നു.